അപ്പോസ്തല പ്രവർത്തനങ്ങള് 2-ാം അധ്യായത്തില് 37-40 വനത്തില് നമ്മുടെ ധ്യാനം ഇത് തുടങ്ങിയാണ്. ആ വചനത്തിൽ കൂടിയാണ് തുടങ്ങുന്നത് തന്നെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. പശ്ചാത്താപമാണ് ഏറ്റവും ആവശ്യം. പശ്ചാത്താപമില്ലാത്തവർക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവ് ലഭിക്കയില്ല, ഒരിക്കലും ലഭിക്കില്ല. പശ്ചാത്താപം ഉള്ളവർക്ക് മാത്രമേ ദൈവം തന്റെ കരുണ കാണിക്കുകയുള്ളൂ, ദൈവം കാണിക്കുകയുള്ളൂ. നാം ഈ ധ്യാനം തുടങ്ങുന്ന മുമ്പ് തന്നെ ഓരോരുത്തരും എളിവപ്പെടണം, ഭിക്ഷക്കാരനെ പോലെ ഇരിക്കണം. ഒന്നുമില്ലാത്ത അവസ്ഥയില്, യാതൊന്നുമില്ലാത്ത അവസ്ഥയിൽ നാം ഒന്നുമല്ലെന്ന് എന്തോ ആണെന്ന് നാം വിചാരിച്ചു പോയാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. കൃപയിലായിരിക്കില്ല, പ്രവൃത്തിയിലായിരിക്കും. പ്രവൃത്തി നിലനിൽക്കില്ല, അതെല്ലാം വേഗം പോകും. കൃപയിലാണെങ്കിൽ ഒരിക്കലും പോയില്ല. അമ്മയായ മറിയം എല്ലാ വിശുദ്ധരും കൃപയിലാണ്. ആ കൃപയിൽ നമ്മൾ ഇവിടെ വരണം. അതിനാണ് ദൈവം ഇത്രയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് തന്നെ. ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതെ ഒരിക്കലും വരാൻ സാധ്യമല്ല. ദൈവം നിങ്ങളെ ആകർഷിക്കുന്നതാണ്. യോഹന്നാൻ 6:44 65 പിതാവിനാൽ ആകർഷിക്കുകയും കൃപ തരുമ്പോഴാണ് ഓരോരുത്തരും വരുന്നത്. അപ്പൊ ഹൃദയം എല്ലാം വിട്ടുകൊടുക്കണം. ഈ 2-3 ദിവസം എല്ലാവരും പൂർണ്ണമായി കർത്താവിന് കീഴടങ്ങണം. ആദ്യം നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരം, ലോകത്തിലെ ഏറ്റവും മുളച്ച വസ്തു നമ്മുടെ എന്താണ്? മറ്റൊരു പറയിൽ നിന്നൊക്കെ മിണ്ടാട്ടയില്ലല്ലേ? വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചാടി പറയും. ഏറ്റവും മുളച്ച വസ്തു നമ്മുടെ ഹൃദയമാണ്. ജെറമിയ 17:9 ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാമിതം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അതാണ്, അതിനാർക്കും മനസ്സിലാക്കുക. ഈശോയ്ക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് ശുദ്ധീകരിക്കണം. ഉടുപ്പ് അലക്കിയെടുക്കണ പോലെ, സോപ്പിട്ടൊക്കെ അലക്കിയെടുക്കണ പോലെ ഈ 2 ദിവസം കൊണ്ട് കർത്താവിന്റെ വചനം, മായം ചേർക്കാത്ത വചനം വരുമ്പോഴാണ് എല്ലാവരും എതിർക്കുന്നത്. 2 കൊരിന്ത്യർ 2:17 ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ ആ വചനം കൊണ്ട് ശുദ്ധീകരിക്കണം. യോഹന്നാൻ 15:2-3 വാക്യത്തില് വചനം വന്ന് കേട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സോപ്പ് ആവുന്ന വചനം വന്നു കഴിയുമ്പോഴാണ് ശുദ്ധീകരിക്കുന്നത്. അത് യേശയ്യ പ്രവാചകൻ പറയുന്ന 1-ാം അധ്യായത്തിൽ 18-25 വചനം കേൾക്കുക. എല്ലാവരുടെയും ഹൃദയം നമ്മുടെ എല്ലാം കട്ടു ചുവപ്പാണ്, ചുവന്നിരിക്കുകയാണ് പാപം ചെയ്ത്. കർത്താവ് അരുൾ ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. വെളുപ്പിക്കണം ഹൃദയം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കണം. വെളുപ്പിക്കണം. ആ വെളുപ്പിക്കണം. വചനം കേട്ട് വരുമ്പോഴാണ് ഹൃദയം വെളുക്കുന്നത്. വചനം കേട്ട് വരുമ്പോഴാണ് വിശ്വാസികളായി വരുന്നത്. റോമ 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവിയാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. കേൾവിയാകട്ടെ കർത്താവിനെ കുറിച്ചുള്ള പ്രസംഗം. യേശുവിനെ മാത്രം കേൾക്കണം. കേട്ട് വരുമ്പോഴാണ്. കെട്ടുകഥ പറയാനല്ല വന്നത്. വചനം കേട്ട് വരുമ്പോ നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റം വരും. അങ്ങനെയാണ് ഹൃദയത്തിന്. അതാണ് പലരും സ്തുതിക്കാൻ പറഞ്ഞാൽ കൈവക്കാത്ത കാര്യമൊക്കെ എന്താണ്? പാപത്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. സ്തുതിക്കാൻ കൈവക്കാൻ പറ്റില്ല. അതാണ് പ്രഭാഷണം പറയുന്നത് 15-ാം അധ്യായത്തിൽ 9-10 വാക്യത്തില്, പാവിക്ക് സ്തോത്രഗീതം ഇണങ്ങിയില്ലെന്ന്. അവന് ദൈവത്തിന്റെ വായിച്ചാൽ കൊള്ളാം. സ്തോത്രഗീതം പാവിക്കിണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. വചനം കേൾക്കുമ്പോഴാണ് കൈകളെല്ലാം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് തോന്നുന്നത്. റോമ 4:20 വിശുദ്ധ പൗലോസ് പറയാണ്, നാം ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ വിശ്വാസം വർദ്ധിക്കില്ല, നാം വീണ്ടും പാപത്തിൽ പോവും. റോമ 1:21
നാം വീണ്ടും പാപത്തിലോട്ട് പോകുന്നെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും സ്തുതിക്കണം. വചനം കേട്ട് കേട്ട് വരുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കണം. അപ്പൊ ഈ 3 ദിവസവും നല്ല സമയമാണ്, കർത്താവിന്റെ പീഡാനുഭവ സമയമാണ്. ഒന്നിച്ചു പോകണം. മാർക്കോസ് 3:13-14 എല്ലാം വിട്ടുകളയണം. സകല രാഷ്ട്രീയവും മതം കുടുംബത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം വിട്ട് കർത്താവിന്റെ ഈ 3 ദിവസവും കർത്താവിന്റെ കൂടെ തന്നെ ആയിരിക്കണം. ശിഷ്യന്മാരിരുന്ന പോലെ കേൾക്കുക. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. നിങ്ങൾ ഇഷ്ടമുള്ളവരെയാണ് വിളിച്ചിരിക്കുന്നത് കർത്താവ്, അല്ലാത്തവരെ വിളിച്ചിട്ടില്ല. ഉണ്ടോ? അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട് താല്പര്യമാണ് എല്ലാവർക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കൊണ്ട് ഈശോയുടെ കൂടെ തന്നെ. അപ്പൊ ഈ 3 ദിവസവും വചനം കേട്ട് കേട്ട് വചനം എഴുതിയെടുക്കാൻ പെൻസിലും കടലാസും കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കൈവക്കാമോ? പ്രൈസ് ദി ലോർഡ്. അത്ഭുതമാണ്. ഇവിടേക്ക് ഇത്രയും പേര്. ചില സ്ഥലങ്ങളിൽ ഒന്നും കാണിയില്ല. അതെന്തുകൊണ്ടാണ്? സാത്താൻ പ്രേരിപ്പിക്കും ഒന്നും കൊണ്ടുവരണ്ടെന്ന്. അവനറിയാം വചനം തട്ടിക്കൊണ്ടു പോകും. ലൂക്ക 8:12 സാത്താൻ വചനവും കൊണ്ടുപോകും. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം കേൾക്കാം, ബ്രദർ വചനം പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളാണ്. കണ്ടോ? അവര് കൊണ്ടുപോകും. സീറ്റൻ വന്ന് പ്രവർത്തിക്കുക. അങ്ങനെ അതാണ് ആ വചനം. കേട്ടോ? അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. കണ്ടോ? പിശാച് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യരുത്. എന്റെ ഒമ്പത് വായിക്ക്. വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അതുകൊണ്ടാണ് അവൻ എവിടെ വരിക അവിടെ കയറുവാൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൃപ അങ്ങനെയാണ്. എവിടെ ചെല്ലും അവിടെ എല്ലാ പിശാചുക്കളും എല്ലാം ഇളവും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ. കാരണം മറ്റുള്ളവർ ആർക്കും ഒന്നും ഉണ്ടാകില്ല. കാരണം കൃപയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ആരുമല്ലത്, കൃപയാണ്. അതുകൊണ്ടാണ് കൃപയിൽ മാത്രമാണ്. വിശുദ്ധ പൗലോസ് പറഞ്ഞത് ഞങ്ങളല്ല പ്രവർത്തിക്കുന്നത്, കൃപയാണ്. കൃപ ആരാണ്? യേശു. യോഹന്നാൻ സുവിശേഷം 1:14-17 കൃപയും സത്യവും ഈശോയാണ്. സത്യമാരാണ്? ഈശോ. സത്യം വചനമാണ്. യോഹന്നാൻ 17:17. ഈ വചനം കേട്ട് കേട്ട് ഈ 2 ദിവസം 3 ദിവസം വചനത്തിൽ തന്നെ ആയിരിക്കണം. അപ്പൊ ദുഃഖവെള്ളിയാഴ്ച വരുമ്പോ ഈശോയുടെ കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. പുതിയ സൃഷ്ടി, പഴയതെല്ലാം പോയി. ഇവിടെ ചൈതന്യം, ദൈവത്തിന്റെ ചൈതന്യം നിറയും. അധികം പേരുണ്ട്. ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? അതിൽ ഒരാളെന്ത് ചെയ്തു? ഒരാളെപ്പോഴും ഒറ്റിക്കൊടുക്കും. അതുകൊണ്ടാണ് 11 പേരെ ഉണ്ടായുള്ളത്. കണ്ടോ? ഈശോയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു അയാൾ ഒറ്റിക്കൊടുക്കുന്ന ആളാണെന്ന്. അറിയാം. പക്ഷെ അത് കൂടെ ദൈവത്തിന്റെ ഹിതം നിറവേറണം. കണ്ടോ? ദൈവത്തിന്റെ ഹിതമാണ് നിറവേറണം, നമ്മുടെ ഇഷ്ടമല്ല. അപ്പോ ഈ ധ്യാനം ദൈവത്തിന്റെ ഹിതം നിറവേറുന്ന പോലെ ആയിരിക്കണം. ഓരോരുത്തരും വിട്ടുകൊടുക്കണം. പിടിച്ചു വെക്കരുത് ഹൃദയം. ഇന്ന് മുതൽ തന്നെ കൗൺസിലിംഗ് എല്ലാം തുടങ്ങും. ആവശ്യമുള്ളവരെല്ലാവരും കൗൺസിൽ ചെയ്യണം. അത് നേരത്തെ കൗൺസിൽ ചെയ്തവരാണെങ്കിലും വീണ്ടും കൗൺസിലിംഗ് വളരെ നല്ലത്. കൗൺസിലിംഗ് കഴിഞ്ഞ് എല്ലാം കൈവരും പൂർണ്ണ കുംഭസാരം എന്ന കൂതാശ. അപ്പോഴേ അത് ശരിയായിട്ടുള്ള കൂതാശയിലോട്ട് വരികയുള്ളൂ. അപ്പൊ നിങ്ങൾ ആത്മീയശക്തരാകുമ്പോൾ ഈശോ വന്ന് വാസമുറപ്പിക്കും. ഇവിടെ നമ്മുടെ ഭവനത്തില് അനേകർക്ക് നിങ്ങൾക്ക് ഈശോനെ കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിലോ വല്ലതും കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് വേറെ മറ്റുള്ളവർക്ക് കൊടുക്കും. നാം ഒന്നും ചെയ്തില്ലെങ്കിൽ, കർത്താവിന്റെ രാജ്യം അതാണ്. നാം പ്രവർത്തിച്ചില്ലെങ്കിൽ, വല്ലതും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഉള്ളവനാ കൊടുക്കുന്നത്. ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് കൂടിയെടുത്ത് ഉള്ളവർക്ക് കൊടുക്കും. കർത്താവിന്റെ പ്രവർത്തനം അതാണ്. അല്ലെങ്കിൽ തുപ്പിക്കളയും. വെളിപാട് 3:16-20 വനൊന്ന് വായിച്ചേ. വെളിപാട്. ചൂട് തണുപ്പോ ഇല്ലാതെ മണ്ണോഷ്ടനാകിയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നിഷ്കൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക.
നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അനുതാപവും പശ്ചാത്തലവും ഉണ്ടാകുന്ന കൂടെയാണ് ഈശോ വരുന്നത്. അപ്പൊ എല്ലാവരും ഹൃദയം തുറക്കണം. അത് ഹൃദയം തുറന്നില്ലെങ്കിൽ അവരെ കർത്താവ് തുപ്പിക്കളയെന്ന് പറയുന്നതാണ്. വചനം കേൾക്കണം, കേട്ടിരിക്കുന്ന എല്ലാം എഴുതിയെടുക്കണം, അത് വീട്ടിൽ പോയിട്ട് അത് വായിക്കണം, രാത്രി പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, വചനം വെച്ച്. അപ്പൊ ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾ ആത്മീയ ശക്തരായി വരും. കേൾക്കുന്ന വചനങ്ങളെല്ലാം സ്വീകരിക്കണം. ഈശോയുടെ വചനങ്ങളാണ്. നിശബ്ദത പാലിക്കുകയും ചെയ്യണം. ഇവിടെ നിന്ന് പോയാൽ പോരാ, വീട്ടിൽ ചെന്നാലും നിശബ്ദരായിരിക്കണം. കാരണം ആത്മാവിന്റെ 1 മിനിറ്റ് മതി, 1 സെക്കൻഡ് മതി കർത്താവ് സ്പർശിക്കാനായിട്ട്, ഈശോയെ സ്പർശിക്കാനായിട്ട്.